കൊല്ലത്ത് നിന്നും കാണാതായ ഐശ്വര്യ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കൊല്ലത്തേക്ക് കൂടി ഒന്ന് പോവുകയാണ്. രാജ്കുമാർ അവിടെയുണ്ട്. രാജ്കുമാർ, ഈ കൊല്ലത്ത് നിന്നും കുട്ടിയെ കാണാതായതും അമ്മ വഴക്ക് പറഞ്ഞതുമായ വിവരങ്ങളൊക്കെ രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കുട്ടിയെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഈ വിവരം കൊല്ലത്തെ വീട്ടിൽ അറിഞ്ഞോ? പോലീസ് ഉൾപ്പെടുന്ന സംഘം ഇപ്പോൾ ഓച്ചറ പിന്നിട്ടതേ ഉള്ളൂ. അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ASPയുടെ കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് കഴിഞ്ഞ 2 ദിവസമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചൊരു ചില സംശയങ്ങളും സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അവർ ഇത്രയും വൈകിയത്. ഒടുവിൽ അത് തൃശൂർ ഈ കമ്മീഷണർക്ക് കൈമാറിയതിന്റെ വിവരങ്ങളെല്ലാം കൈമാറിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സുനിൽ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടി പോലീസാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയത്. ഇത് ഇവിടുന്ന് കഴിഞ്ഞ 18-ാം തീയതി രാവിലെ ഈ പെൺകുട്ടി പോയി. അതിന് 17-ാം തീയതി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു. ഏതു സമയവും ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ശരിയല്ല എന്നുള്ള ശാസിച്ചിരുന്നു. എന്നാൽ അതേസമയം വിദ്യാഭ്യാസ രംഗത്ത് ഈ കുട്ടിയുടെ ഇത് വളരെ മികച്ചതാണ്, ടോപ്പറാണെന്ന് അമ്മ തന്നെ ഇന്ന് നമ്മളോട് കരുനാഗപ്പള്ളിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് സംസാരിച്ചപ്പോൾ അമ്മ പറയുക, കേരള ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇതെങ്ങനെയാണ് ഈ ഓൺലൈൻ ഗെയിം കളിച്ചതിന് വഴക്ക് പറഞ്ഞതാണോ കുട്ടിയെ ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചത്? എന്താണ് അമ്മ പറഞ്ഞത് രാജ്കുമാർ? ഈ ഓൺലൈൻ ഗെയിം ഏത് സമയത്തും ഈ ഗെയിം കളിക്കുന്നത് ശരിയല്ല, പഠിക്കുകയും വേണം എന്ന് പറഞ്ഞ് കുട്ടിയെ ശാസിച്ചു. ഇത്തിരി ഇതിൽ അഡിക്റ്റഡ് ആയിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇത് 17-ാം തീയതി ആയിരുന്നു ഈ ഒരു ശാസനം നടന്നത്. അതേസമയം 18-ാം തീയതി രാവിലെ അമ്മ പതിവ് പോലെ ജോലിക്ക് പോയി, അച്ഛനും വീട്ടിലില്ല. ആ സമയത്താണ് വളരെ നീണ്ട മുടി ഉണ്ടായിരുന്ന ഈ ഐശ്വര്യ മുടി ഏതാണ്ട് ആൺകുട്ടികളെ പോലെ നല്ല നിലയിൽ കട്ട് ചെയ്ത് അതവിടെ മാറ്റി, എന്നിട്ട് ഷർട്ടും പാന്റും ധരിച്ച് മാസ്കും ധരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും പുറത്ത് വലിയ ഒരു ബാഗും ഉണ്ട്, ഇത് തുണി ഉൾപ്പെടുന്ന ലഗേജും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് കാണുന്നവർ ഒരു ആൺകുട്ടിയാണെന്ന് കരുതും. ആ നിലയിൽ ഒരു വേഷപ്രച്ഛന്നമായിട്ടാണ് പെൺകുട്ടി ഇവിടെ നിന്ന് പോകുന്നത്. ആ പുറത്തിറങ്ങിയപ്പോൾ പരിചയമുള്ള ഒരു ഈ മൈക്രോ ഫിനാൻസിന്റെ പണം ഇരിക്കുന്ന ഒരു യുവതിയെ കണ്ടുമുട്ടി. കാർത്തിക എന്നാണ് അവരുടെ പേര്. അവരെടുത്ത് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർ കരുനാഗപ്പള്ളിയിൽ പോകുന്ന വഴിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. ആ സമയത്താണ് നേത്രാവതി എക്സ്പ്രസ് വന്നത്. നേത്രാവതി എക്സ്പ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് മാസ്ക് ഊരി മാറ്റിയപ്പോഴാണ് കാർത്തിക ഈ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് താൻ തൃശ്ശൂരിലേക്ക് പോകുന്നു എന്നാണ് കാർത്തികയ്ക്ക് നൽകിയ മൊഴി. കാർത്തികയോട് പെൺകുട്ടി പറഞ്ഞത്. ഇത് കാർത്തിക പിന്നീട് ഈ കുട്ടി മിസ്സിംഗ് ആയെന്നുള്ളത് ഈ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പ്രചരിച്ചതോടുകൂടി ഇതിന് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് കാർത്തികയുടെ മൊഴിയെടുത്തു. പിന്നീടാണ് തൃശൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധന പോലീസ് ആരംഭിച്ചതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ശരി, എന്തായിരുന്നാലും പെൺകുട്ടി സുരക്ഷിതമായി തന്നെ പോലീസിനെ കണ്ടെത്താനായി തൃശ്ശൂരിൽ നിന്നും ആ വിവരം വീട്ടിൽ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് സുനിൽ അരിമാനൂരും രാജ്കുമാറും തൃശ്ശൂരിൽ നിന്നും കൊല്ലത്ത് നിന്നും നൽകിയത്.